പ്രൈസ് ദ ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ അടുക്കലേക്ക് എത്തുവാൻ ദൈവം നൽകുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി, മഹാനിയോഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 119 സങ്കീർത്തനം 5 വാക്യത്തിൽ നിന്നാണ് ഇന്ന് നാം ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. Psalm 119:5. ദൈവത്തിൻ്റെ വചനം ആചരിക്കുവാൻ, അത് പ്രമാണിക്കുവാൻ ബന്ധപ്പെടുന്ന ഒരു ഹൃദയമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഭക്തൻ പറയുന്നു, ജീവിതം അല്ലെങ്കിൽ നടപ്പ് ശരിയായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ഗൗരവത്തിൽ പാലിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം കൃത്യമായി ഉത്സാഹത്തോടെ പ്രായോഗികമാക്കുവാൻ, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുവാൻ സ്ഥിരമായ ഒരു ജീവിതശൈലി ആവശ്യമാണ്. വീണും എഴുന്നേറ്റും ട്രാക്ക് മാറി ഓടുന്ന ഒരു ജീവിതശൈലി ഉള്ള ഒരാൾക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതം പണിയുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കുമ്പോൾ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ സർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്ന പേരിൽ കിങ്ഡം പ്രിൻസിപ്പിൾസ് യേശു കർത്താവ് പഠിപ്പിക്കുമ്പോൾ, അതിൻ്റെ ഏറ്റവും ഒടുവിൽ 7 അധ്യായം അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എങ്ങനെയുള്ള ഒരു മനുഷ്യനോട് തുല്യനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് കർത്താവ് പറയുക, 2 മനുഷ്യർ വീട് പണിയുകയാണ്. ഒരു മനുഷ്യൻ ആഴക്കുഴിച്ച് പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിതു, ബുദ്ധിയുള്ള മനുഷ്യൻ. എന്നാൽ ബുദ്ധി കെട്ട മനുഷ്യൻ മണലിന്മേൽ വീട് പണിതു. 3 പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. വൻമഴ ചൊരിയുന്നു, മുകളിൽ നിന്നുള്ള പ്രശ്നം; നദികൾ പൊങ്ങുന്നു, അടിയിൽ നിന്നുള്ള പ്രശ്നം; കാറ്റടിക്കുന്നു, വശങ്ങളിൽ നിന്നുള്ള പ്രശ്നം. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ വീടിന് നേരെ ശക്തമായ പ്രതികൂലങ്ങൾ നാനാ വഴിക്ക് നിന്ന് വന്നിട്ടും ആ വീട് വീണില്ല. എന്നാൽ ബുദ്ധികെട്ട മനുഷ്യൻ, മണലിൽ വീട് പണിത മനുഷ്യൻ്റെ വീടിന് നേരെ പ്രതിസന്ധികൾ വന്നപ്പോൾ ആ വീട് വീണു. കർത്താവ് പറയുന്നു, ആ വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഒരു വീടിനെക്കുറിച്ചോ വീട് പണിയെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. വചനം കേട്ട് വചനാടിസ്ഥാനത്തിൽ ജീവിതം പണിതില്ലെങ്കിൽ പ്രതിസന്ധികൾ വരും. ആകാശമണ്ഡലത്തിലെ അധികാരങ്ങൾ നമുക്ക് വിരോധമായി വരും. പാതാള ഗോപുരത്തിൻ്റെ ശക്തികൾ നമുക്ക് വിരോധമായി വരും. ഈ ഭൂമിയിൽ 4 കോണിൽ നിന്നും പ്രതീക്ഷിക്കാത്ത വിപത്തുകൾ കൊടുങ്കാറ്റ് പോലെ വരാം. എന്നാൽ ഉറച്ചു നിൽക്കണമെങ്കിൽ വചനാടിസ്ഥാനത്തിൽ പണിത ക്രിസ്തീയ ജീവിതമായിരിക്കണം. അതുകൊണ്ട് സ്ഥിരമായ ഒരു നടപ്പ്, സ്ഥിരമായ ഒരു ജീവിതശൈലി, സ്ഥിരോത്സാഹത്തോടെ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വചനം പാലിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും കഴിയുകയുള്ളൂ. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 40 വാക്യത്തിൽ, Lamentations chapter 3:40, കരയുന്ന പ്രവാചകനായ യിരെമ്യാവ് പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തോട് പ്രവചിക്കുകയാണ്: നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് ദൈവത്തിങ്കലേക്ക് തിരിയുക. നടപ്പെങ്ങനെയാണ്, ജീവിതം എങ്ങനെയാണെന്ന്
അവരവർ തന്നെ പരിശോധിക്കുക, സൂക്ഷ്മ നിരീക്ഷണം നടത്തുക. കൃപാവരപ്രാപ്തനായ ഒരു പ്രവാചകൻ വന്ന് നമ്മുടെ തലയിൽ കൈവച്ച് നമ്മുടെ കുറ്റം വെളിപ്പെടുത്തി നമുക്ക് പാപബോധം ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ ഏതൊക്കെ ഏറിയകളിൽ ആരൊക്കെ എവിടൊക്കെ പരാജയപ്പെടുന്നുവെന്ന് അവരവർക്ക് തന്നെ അറിയാം. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മെ തന്നെ ഒരു ആത്മപരിശോധന നടത്തി നമ്മുടെ നടപ്പ് ആരാഞ്ഞറിഞ്ഞ് ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കേണ്ടതിന് നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ ചുവടുകളിൽ സ്ഥിരമാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 17-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, അതുകൊണ്ട് എൻ്റെ കാൽ വഴുതിയില്ല. വഴുതിപ്പോകാത്ത, വീണുപോകാത്ത ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ നാം നടന്നേ സാധ്യമാകുകയുള്ളൂ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ തൻ്റെ ജീവൻ അർപ്പിച്ചതുകൊണ്ട് സ്നേഹത്തിൽ നാം നടക്കണം. എഫേസ്യ ലേഖനം തന്നെ 5-ാം അധ്യായം Ephesians 5:9 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചും കൊണ്ട് നാം വെളിച്ചത്തിൽ നടക്കണം, സ്നേഹത്തിൽ നടക്കണം, വെളിച്ചത്തിൽ നടക്കണം. 5-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടപ്പാൻ നോക്കുവീൻ. ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ച് ജ്ഞാനികളായി ബുദ്ധിയോടെ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ കാൽച്ചുവടുകളെ നാം പിന്തുടരേണ്ടതിന് ഒരു നല്ല മാതൃക നമുക്ക് വെച്ചിട്ട് പോയിരിക്കുകയാണ്. ധന്യനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 Peter chapter 2 verse 21 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ അവൻ ഒരു നല്ല മാതൃക നമുക്ക് വെച്ചേച്ചു പോയിരിക്കുന്നു. ആ ചുവടുകൾ പിന്തുടർന്ന് ജീവിക്കുവാൻ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ക്രിസ്തുവിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശു നടന്നതുപോലെ, യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ മാനുഷ്യമാകുന്ന നിലയിൽ ബുദ്ധിയിൽ നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അത് അസാധ്യമായി, പ്രയാസമായി നമുക്ക് തോന്നാം. പക്ഷെ കർത്താവ് വിളിക്കുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്, ആകയാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ടേക്ക് മൈ യോക്ക്, എൻ്റെ എടുക്കാൻ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ് യുവർ ക്രോസ് ആൻഡ് മൈ യോക്ക്. നിൻ്റെ ക്രൂശും എൻ്റെ നുകവും. ക്രൂശ് നമ്മുടേതാണ്, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളാണ് ക്രൂശ്, അത് നമ്മൾ എടുക്കണം. എന്നാൽ യേശു പറയുന്നു, നിൻ്റെ ക്രൂശ് നീ എടുത്തും കൊണ്ട് എൻ്റെ നുകം, കാരണം യോക്കിൻ്റെ നുകത്തിൻ്റെ ഒരറ്റം എൻ്റെ തോളിലുണ്ട്, ഞാൻ നിൽക്കുകയാണ്, നിന്നെ ഞാൻ നടക്കാൻ പഠിപ്പിക്കാം, നിന്നെ ഞാൻ ജീവിക്കാൻ പഠിപ്പിക്കാം, നിന്നെ ഞാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കാം, നിന്നെ ഞാൻ ക്ഷമിക്കാൻ പഠിപ്പിക്കാം, നിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. ഇഹലോക ജീവിതത്തിൽ എങ്ങനെ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് നിനക്കൊറ്റയ്ക്ക് പഠിക്കാനോ നിനക്കൊറ്റയ്ക്ക് ചെയ്യാനോ കഴിയുന്നില്ലെങ്കിൽ നീ കുഴയണ്ട, നീ ഭാരപ്പെടണ്ട, ഇതെന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇത് കഠിന ഉപദേശമാണെന്ന് പറഞ്ഞ് നീ പിന്മാറണ്ട. യേശു ക്രിസ്തു റെഡിയായി നിൽക്കുകയാണ്. നുകത്തിൻ്റെ ഒരറ്റം കഴുത്തിൽ വച്ചിട്ട് മറ്റേ അറ്റത്തേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. നീ വാ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകൊണ്ട് ഈ നുകത്തിൻ്റെ ഒരറ്റം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും.
ദൈവത്തിന് സ്തോത്രം. ആശയറ്റവരായി, ആശ്വാസമില്ലാതെ, ദൈവത്തിൻ്റെ വചനം പാലിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും വേണ്ട നിലയിൽ അത് നിവൃത്തിയാക്കാൻ കഴിയാതെ, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മകളിലൂടെ ജീവിതം കടന്നു പോകുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്ന് സ്ഥിരമായ, വഴുതിപ്പോകാത്ത, ട്രാക്ക് മാറാത്ത ഒരു നടപ്പിൻ്റെ ഉടമയായി ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ആചരിച്ച് പ്രതിസന്ധികളുടെ മേൽ സധൈര്യം വിജയത്തിൻ്റെ വെണ്ണിക്കുറി പാറിച്ചുകൊണ്ട് ജയകരമാകുന്ന ജീവിതം ഈ ഭൂമിയിൽ കഴിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.